Sevens Golden Diamonds, Ermalur, Vadadala. ഗാന്ധി ദർശൻ വേദി കൊച്ചി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വയനാട്ടിലെ മഹാത്മാ സ്നേഹ അടുക്കളയിലേക്ക് അവശ്യ സാധനങ്ങളുമായി വാഹനം പുറപ്പെട്ടു. വാഹനം മുൻമന്ത്രി ഡൊമിനിക് പ്രസന്റേഷൻ ഫ്ലാഗ് ഓഫ് ചെയ്തു. ഗാന്ധി ദർശൻ വേദി കൊച്ചി നിയോജക മണ്ഡലം കമ്മിറ്റിയും രാജീവ് ഗാന്ധി ഫൗണ്ടേഷന്റെയും നേതൃത്വത്തിൽ കൊച്ചിയിലെ സുമനസുകളുടെ സഹായത്തോടെ വയനാട്ടിലെ ഉരുൾപൊട്ടലിൽ ദുരിതമനുഭവിക്കുന്ന ജനങ്ങൾക്ക് കൊച്ചിയിൽ നിന്നുള്ള മഹാത്മാ സ്നേഹ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ നടത്തുന്ന സ്നേഹ അടുക്കളയിലേക്ക് ഒരു വാഹനം നിറയെ അരിയും പലവ്യഞ്ജനങ്ങളും പച്ചക്കറിയും ഉൾപ്പെടുന്ന സാധനങ്ങൾ കയറ്റി അയച്ചു. ഇതിന്റെ ഫ്ലാഗ് ഓഫ് കർമ്മം സ്റ്റാച്യു ജംഗ്ഷനിൽ മുൻമന്ത്രി ഡൊമിനിക് പ്രസന്റേഷൻ നിർവഹിച്ചു. ശ്രീ ഷമീർ വളവത്തിന്റെ നേതൃത്വത്തിലുള്ള മഹാത്മാ കിച്ചൻ കഴിഞ്ഞ കുറേ ദിവസമായി വയനാട്ടിലെ ദുരിതാശ്വാസ ക്യാമ്പിൽ അവർ ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവരെ സഹായിക്കുന്നതിന് വേണ്ടി നമ്മുടെ മേജോ അഗസ്റ്റിനും അതുപോലെ തമ്പി സുബ്രഹ്മണ്യവും സെബോയും അതുപോലെ ഇബ്രാഹിം കുട്ടിയും അതുപോലെ നമ്മുടെ മറ്റെല്ലാ സുഹൃത്തുക്കളും ചേർന്ന് അവർക്ക് ഉൽപ്പന്നങ്ങൾ അയക്കുന്ന ഒരു മഹനീയ ചടങ്ങാണ് ഇവിടെ നടക്കുന്നത്. ഒത്തിരിയേറെ ഇപ്പോൾ കോയക്കാണ് ഇതിൻ്റെ വാഹന ഏർപ്പാട് എന്ന് പറഞ്ഞു. അപ്പോൾ സന്മനസ്സുകളുടെ ഒരു സഹായം കൊണ്ടാണ് ഇങ്ങനെ ചെയ്യാൻ കഴിയുന്നത്. തീർച്ചയായിട്ടും ഒരു വലിയ കൈത്താങ്ങ് സഹായമായിരിക്കും. ഇതിന് മുൻകൈ എടുത്ത് എല്ലാവരെയും അഭിനന്ദിക്കുന്നു. നമ്മുടെ നാട്ടിലല്ല ലോകത്തൊരിക്കലും ഇങ്ങനത്തെ ദുരന്തം വരാതിരിക്കട്ടെ എന്നൊക്കെ പ്രാർത്ഥിക്കാനേ കഴിയൂ. ഏതായാലും ആ ദുരിതം അനുഭവിക്കുന്നവരെ സഹായിക്കാൻ മുന്നോട്ട് വന്ന എല്ലാവരും ഒരിക്കലും അനുഭവിക്കും. KPCC സെക്രട്ടറി തമ്പി സുബ്രഹ്മണ്യം, PP ജേക്കബ്, അഗസ്റ്റസ് സിറിൽ, മേജോ കെ അഗസ്റ്റിൻ, CM ഇബ്രാഹിം കുട്ടി, സെബാസ്റ്റ്യൻ ആന്റണി, സരിത ജോൺസൺ, K അബ്ദുൽ നിസാർ, ഷെയ്ൻ ആന്റണി, ഷിബു ജോസഫ്, സിന്ധു മോഹൻ, K കോയ തുടങ്ങിയവർ സംസാരിച്ചു. അവിടെ വേണ്ടതായ ഭക്ഷണ പദാർത്ഥങ്ങൾ എന്തെല്ലാമാണോ ആവശ്യമുള്ളത് അതെല്ലാം പറഞ്ഞതിനനുസരിച്ച് എല്ലാം കളക്ട് ചെയ്ത് വയനാട് എത്തിക്കുന്നതിന് വേണ്ടി സന്നദ്ധരായി വന്ന മേജോയും ഇബ്രാഹിം കുട്ടിയും ടീമും അവരുടെ ആ നല്ല മനസ്സ്, ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ ഏറ്റവും നല്ലൊരു സാമൂഹ്യ പ്രവർത്തകനാകണം എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമാണ് അവിടെ പ്രവർത്തനങ്ങൾ. അതിന് ഞാൻ അവരെല്ലാം ശ്ലാഘിക്കുന്നു. അടങ്ങുന്ന സഹപ്രവർത്തകർ വയനാട്ടിലെ ഒരു ക്യാമ്പ് ഏറ്റെടുത്തുകൊണ്ട് അവർക്കവിടെ ഭക്ഷണം വിളമ്പി നമ്മുടെ സഹപ്രവർത്തകർ അവിടെ മുമ്പോട്ട് പോകുമ്പോൾ അവർക്കൊരു കൈത്താങ്ങായി നമ്മുടെ പ്രദേശത്ത് നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത് 12 ചാക്ക് അരി, 1 ചാക്ക് പഞ്ചസാര, ഏകദേശം 2 ചാക്ക് അരിപ്പൊടി, 1 ചാക്ക് റവ, 50 ലിറ്റർ സൺഫ്ലവർ ഓയിൽ, 20 ലിറ്റർ വെളിച്ചെണ്ണ അടങ്ങുന്ന എല്ലാ ഉൽപ്പന്നങ്ങളുമായി. ന്യൂസ് ബ്യൂറോ, മട്ടാഞ്ചേരി.